എല്ലാവർക്കും ഈ സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയശ്രീ മാഡത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇവിടെ കൂടിച്ചേരുന്നത് ഇന്ന് ഈ അവലോകന യോഗം ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ നമ്മുടെ മുമ്പിൽ വരുന്ന പരാതികൾ കുറഞ്ഞു നൽകുകയും കൂടുതൽ ജനസൗഹൃദമായിട്ട് മാറുകയും ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. 25,000-ഓളം തരംമാറ്റം 100 days കൊണ്ട് ചെയ്യാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്ന 5 സെന്റ് 10 സെന്റ് 15 സെന്റ് ഭൂമികളൊക്കെ സാധാരണക്കാർക്ക് ആ തരംമാറ്റി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു വീട് വയ്ക്കാൻ കഴിയൂ എന്നുള്ളവരുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിൽ പണം ലഭിച്ചിട്ട് പട്ടയം കിട്ടാത്തതിൻ്റെ പേരിൽ വീട് വയ്ക്കാൻ പറ്റാത്തത്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രത്യേക താല്പര്യം കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവണം. ഇതുകൂടാതെ നമുക്ക് 12 സ്പെഷ്യൽ റവന്യൂ ഓഫീസുകളും ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് സർ. ആദ്യത്തെ വിഷയം ഭൂമി പതിച്ചു നൽകലും പട്ടയ വിതരണമാണ് സർ. ജില്ലാ തലത്തിലുള്ള അവലോകനം നടത്തുക എന്നുള്ള തീരുമാനത്തിലെ വകുപ്പുകളുടെയും ഒരു മാതൃവകുപ്പായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണങ്ങൾ കൊണ്ട് പക്ഷേ ഒരു ഇലക്ഷൻ കടന്നു വരുന്നുണ്ടാകാം, അല്ലെ സെൻസസ് സർവീസ് വരുന്ന കാലം തൊട്ട് കാണുന്ന കുറേ സാധനങ്ങളൊന്നും ഇങ്ങനെയുള്ള പ്രശ്നം മറികടക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വില്ലേജ് തല ഉദ്യോഗസ്ഥരെല്ലാവരെയും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരിട്ട് BC വഴിയായിട്ട് കൂടി അവരുമായിട്ട് സംവദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി തൊട്ട് ആ ഭൂമി കൃത്യമായി കൈമാറി മറ്റു നടപടികളിലേക്കെല്ലാം പൊതുവെയുടെ വിവിധ തലങ്ങളിലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ അവലോകനം നടത്തുന്നത് ഒരു പക്ഷേ എല്ലാ വകുപ്പുകളും പറയുന്നത് ഫ്ലഡിന്റെ റോഡ് നിർമ്മാണമുണ്ട്. പല ഘട്ടത്തിലും പലതായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. 2 പുതിയ സർക്കാർ നിലവിൽ റിസർവേയാണ്. അതിനുശേഷം അത് നമ്മുടെ കഡാസ്ട്രൽ ബൗണ്ടറി സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഈ പട്ടയം കൊടുക്കുന്ന സമയത്ത് നമ്മൾ കാലകാലങ്ങളിൽ ഈ റൂളിലും ചട്ടത്തിലും ഏകദേശം മദർ 80 ആണ് നമ്മുടെ കേരളത്തിൽ 2016 മുതൽ ഈ പെൻഷനാണ് കൊടുക്കുന്നതായിട്ടാണ് എന്റെ അറിവുള്ളത്. അതേസമയത്ത് സർട്ടിഫൈഡ് കോപ്പിയായിട്ടും ഒരു 1500ഓളം അപേക്ഷകൾ കിട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ ഇനി 100 days പ്രോഗ്രാമിന്റെ കാര്യം വിശദമായി പറഞ്ഞാൽ ആവർത്തിക്കുന്നില്ല. ഭൂമിതരമാറ്റം അതുമായി ബന്ധപ്പെട്ട പട്ടയത്തിന്റെ കാര്യങ്ങൾ അതൊക്കെ 100 days പരമാവധി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. 14 ജില്ലയിൽ മീറ്റിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ സിറ്റിംഗ് നടത്തി അതിൽ ഉത്തരവായിട്ട് ഇറക്കേണ്ട കാര്യങ്ങൾ ഉത്തരവായിട്ട് ഇറക്കും. ഇത് വെറുതെയുള്ള ഒരു മീറ്റിംഗ് അല്ല. നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ വേഗം കൂട്ടുവാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും കൂടി വേണ്ടിയുള്ള ഒരു മീറ്റിംഗ്.